കണ്ണൂർ തളിപ്പറമ്പിലാണ് വമ്പൻ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഒരുപാട് കടകൾ നിന്ന് കത്തുന്നു എന്നതാണ് ഇപ്പോൾ ഫെലിക്സ് പറയുന്നത്. അതായത് ദേശീയപാതയുടെ തൊട്ടപ്പുറത്ത് തളിപ്പറമ്പ് പ്രധാന റോഡുമുണ്ട്. ഇതിന് നടുക്കുള്ള ഏകദേശം 85 മീറ്ററോളമുള്ള സ്ഥലത്തുള്ള കടകൾ മുഴുവനും അഗ്നിക്കിരയാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആളുകൾ വളരെ രോഷത്തോടെയാണ് പ്രതികരിച്ചത്. വേഗത്തിൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ എത്തിയില്ല. ഉള്ളതിനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ സംയോജിതമായി ആരംഭിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പരാതി ആളുകളുടെ ഭാഗത്തുണ്ടായി. പിന്നെ സൂചിപ്പിച്ചൊരു കാര്യം, ഭിന്നശേഷിയുള്ള ആളുകൾ അല്ലെങ്കിൽ നടക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ കടയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ പുറത്ത് കിടന്നിട്ടുണ്ടാകാം എന്നൊരു പ്രതീക്ഷയാണുള്ളത്. പക്ഷെ അതും ഒരു ആശങ്കയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഇതുവരെ നമുക്ക് അത്തരം വിവരങ്ങളില്ല. പരമാവധി ആളുകളേക്ക് ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏകദേശം 3 നിലകളുള്ള കെട്ടിടമാണ് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്തു നിന്ന് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തുനിന്ന് ഒരു ഫയർഫോഴ്സ് എഞ്ചിനാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. മറുഭാഗത്ത് 3 ഫയർഫോഴ്സ് എഞ്ചിനുകൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ നമുക്ക് ഇപ്പോൾ നിലവിൽ സാധ്യമല്ല. വലിയ തീപിടുത്തം, വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു കണ്ണൂർ തളിപ്പറമ്പിൽ എന്നതാണ്. ദേശീയപാതയുടെ ചേർന്നുള്ള കെട്ടിടങ്ങളിൽ തീ ആളിപ്പടരുകയാണ്. ഫെലിക്സ്, ഇപ്പോൾ സമയം 6:21 ഇനിയും കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ വരാൻ സാധ്യതയുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇങ്ങനെ ഒരു ആപത്ത് ഘട്ടത്തിലാണല്ലോ ഇത്തരം സഹായങ്ങൾ വേണ്ടത്. കണ്ണൂർ എയർപോർട്ടിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ കൊണ്ടുവരാൻ ജില്ലാ കളക്ടർ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ? ദിവിഷ അറിയില്ല, ഒരുപക്ഷെ അതൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത്ര വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തീപിടുത്തം. അത് അണക്കി അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം. ഇപ്പോൾ തളിപ്പറമ്പിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ പയ്യന്നൂരും കണ്ണൂരും അല്ലെങ്കിൽ ഇരിട്ടി തുടങ്ങിയ ഇടങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഫയർഫോഴ്സിൻ്റെ എഞ്ചിനുകൾ വരേണ്ടത്. പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും ഉള്ളതുണ്ട്. ഇനി ഇരിട്ടിയിൽ നിന്ന് വരാം, ഒരുപക്ഷെ മട്ടന്നൂരിൽ നിന്ന് വരാം, വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് നിന്ന് വരാം. അങ്ങനെ പലയിടങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്താനൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ അത് ആ തീ അണയ്ക്കുക എന്നത് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം അത്ര വലിയ തീപിടുത്തം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആശങ്കയുണ്ട് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിങ്ങനെ ഓരോ കടകളിലേക്ക് പടരുന്നു. ഇപ്പോൾ ആ തീ എത്തി നിൽക്കുന്നത് ഒരു തുണിക്കടയിലാണ്. തുണിക്കടയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും പടരാനുള്ള സാധ്യതയുണ്ട്. വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തളിപ്പറമ്പിൽ 2 ഫയർഫോഴ്സ് വന്നിട്ട് ഇവിടെ തീ അണച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടത്തെ ഫയർഫോഴ്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ പിന്നെ ഈ പയ്യന്നൂർ അതുപോലെ തന്നെ മട്ടന്നൂർ ഭാഗത്തുനിന്നെല്ലാം തന്നെ ഫയർഫോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് ബേക്ക് ഭാഗത്ത് ഉൾപ്പെടെ തീ അണക്കുന്നുണ്ട്. ഒരു 4ഓളം ബിൽഡിംഗ് ഇതിന്റെ ഭാഗമായിട്ട് പോകുന്നു. അടുപ്പിച്ചുള്ള കടയാണ്. അപ്പോൾ ഒരു കടക്ക് തീപ്പറ്റി മൊത്തം ആ കടയിലേക്ക് അങ്ങനെ പോവാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 2-3 ഗോൾഡിന് സ്വർണ്ണത്തിന്റെ കടയുണ്ട്. ആ കടയിൽ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ട് പോവാണ്. കളിപ്പാട്ട കടകളും തുണിക്കടകൾ ധാരാളം. ഈ മേഖലയിൽ തുണിക്കട കുറവാണ്. ഇതിപ്പം കുറേ പിന്നെ സൂപ്പർ മാർക്കറ്റ്, പ്ലാസ്റ്റിക്, അതുപോലെ പ്ലാസ്റ്റിക്, അലുമിനിയം പാത്രങ്ങൾ അങ്ങനെയുള്ളത്, പിന്നെ ഫാൻസി കട, അതും പിന്നെ ഇപ്പം ഗോൾഡിൻ്റെ സ്വർണ്ണക്കടയാണ് ഇതിൻ്റെ മേളിലാണ് പിടിച്ചിരിക്കുന്നത് ഇപ്പം തീയ. പിന്നെ അതിന് ഉള്ളിലോട്ട് ഹോട്ടലും ചെറുതൊക്കെ ഉണ്ടോ, എല്ലാ സാധനങ്ങൾ ഗ്യാസെല്ലാം മാറ്റി സിലിണ്ടറെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സിലിണ്ടറുകളൊക്കെ ഉണ്ട്, അത് പൊട്ടിത്തെറിക്കും, അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോട് കൂടി തന്നെയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. നമ്മൾ വന്ന സമയത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊക്കെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. പക്ഷേ അപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അല്പം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അല്പം തീ വ്യാപിക്കുന്നത് കുറേയൊക്കെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഫയർഫോഴ്സിൻ്റെ എഞ്ചിനുകൾ, ഈ പറയുന്ന 2 എഞ്ചിനുകളാണ്, 3 എഞ്ചിനുകളുണ്ട് ഈ ദേശീയ പാതയോരത്ത് നിന്ന് തീ അണയ്ക്കുന്നുണ്ട്. മറുവശത്തും നേരത്തെ നമ്മൾ കണ്ടതാണ്, അവിടെയും ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് ഉണ്ട്. അങ്ങനെ 5ലേറെ യൂണിറ്റുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പരമാവധി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീ ഓരോ ഭാഗത്തു നിന്നും ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കടകളുണ്ട്, പാത്രത്തിൻ്റെ ഈ അലുമിനിയം പാത്രത്തിൻ്റെ കടകളുണ്ട്, കളിപ്പാട്ട കടകളുണ്ട്. അത്തരത്തിൽ ധാരാളം കടകൾ ആ ഭാഗത്തേക്കുണ്ട്. ആ കടകളിലൊക്കെയാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തമല്ല. പക്ഷേ വലിയ തീപിടുത്തം തന്നെ സംഭവിച്ചിരിക്കുന്നു. അത് പല കടകളിലായി, അതായത് ഒരു കടയിൽ നിന്ന് തുടങ്ങിയതാണെങ്കിൽ അത് വലിയ രീതിയിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഫയർഫോഴ്സിൻ്റെ നിരവധി യൂണിറ്റുകൾ ഇവിടെ എത്തി തീ അണച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. പക്ഷേ പൂർണ്ണമല്ല, ഒരിക്കലും നിയന്ത്രണ വിധേയവുമല്ല. പക്ഷേ നേരത്തെ കണ്ടതിനപ്പുറത്തേക്ക് തീ അണയ്ക്കാൻ കുറേയൊക്കെ സാധിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ആൾ കത്തുകയായിരുന്നു, കടകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു, ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കടയിലേക്ക് തീ
പടരുന്നത് തടയാൻ പരമാവധി ഫയർഫോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ അത് പൂർണ്ണ തോതിൽ വിജയിച്ചു. ഈ തീപിടുത്തം പൂർണ്ണ തോതിൽ അണയ്ക്കാൻ കഴിയുന്നതല്ല, നിയന്ത്രണ വിധേയമല്ല. പക്ഷേ ഏതായാലും കുറച്ചൊക്കെ ഒരു പരിധി വരെ അതിനൊക്കെ സാധിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്, സിലിണ്ടറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിച്ചു ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം, അതിതീവ്രമായ ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പിൽ ദേശീയപാതയോട് ചേർന്ന കടകളിൽ തീ ആളിപ്പടരുകയാണ്. ഏകദേശം 1.5 മണിക്കൂറോളം പിന്നിടുന്നു തീ പടർന്നു തുടങ്ങിയിട്ട്. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. കൂടുതൽ കടകളിലേക്ക് തീ വ്യാപിക്കുന്നു. ഫെലിക്സ് പറഞ്ഞതനുസരിച്ച് ഹൈവേയുടെയും തൊട്ടപ്പുറത്തുള്ള തളിപ്പറമ്പ് മെയിൻ റോഡ് ഇതിൻ്റെ നടുക്കുള്ള ഭാഗം ഏകദേശം 85 മീറ്ററോളം ഉള്ള സ്ഥലത്തുള്ള കടകൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ആളുകളെയൊക്കെ പരമാവധി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളുകളൊന്നും ഉൾപ്പെട്ടിട്ടില്ല, അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കടകളിൽ തീ ആളി പടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല. ഒരു ഭാഗത്ത് ട്രാൻസ്ഫോമർ അടക്കമുള്ള സ്ഥലത്തൊക്കെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതും വലിയൊരു അപകട ഭീഷണിയായി നിന്നിരുന്നു. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഒരു തീ കെട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരുകയും ചെയ്യുന്നുണ്ട്. ആളുകൾ വളരെ രോഷത്തോടെ പ്രതികരിച്ച് നമ്മൾ കണ്ടു. ഫയർഫോഴ്സ് എത്താൻ സമയം വൈകിയെന്നാണ്. ഫയർഫോഴ്സുകാർ പരമാവധി ഇപ്പോൾ നിലവിലാവുന്ന അത്ര നിലയ്ക്ക് അവർ നാട്ടുകാർ കൂടി സഹായിക്കുന്നുണ്ട്. വെള്ളം പമ്പ് ചെയ്യാനൊക്കെ ഫയർഫോഴ്സിനൊപ്പം നാട്ടുകാരും ആ പൈപ്പ് പിടിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പരമാവധി ഇതൊരു ദുരന്ത നിമിഷമാണ്. പരമാവധി വേഗത്തിൽ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് ഫയർഫോഴ്സ് നടത്തുന്നത്.